താടകാവധം. താടക വനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ പുഞ്ചിരിയോടെ രാമനോട് പറഞ്ഞു: സത്യപരാക്രമിയായ രാഘവ, ഈ കാട് കണ്ടോ? ഇതിലെ ആരും നടക്കാറില്ല. ഏത് രൂപവും കൈക്കൊള്ളാൻ കഴിവുള്ള താടക ഇവിടെയാണ് വസിക്കുന്നത്. അവളെ പേടിച്ച് ആരും നേർവഴി നടപ്പില്ല. എങ്ങനെയെങ്കിലും അവളെ വധിക്കണം. ഒരു ദോഷവും ഇതുകൊണ്ട് വരാനില്ല. മഹാമുനി ഇത്രയും പറഞ്ഞപ്പോൾ രാമൻ ഒരു ചെറു ഞാണൊലി മുഴക്കി. അത് കേട്ട് ലോകം ഒന്നായി വിറച്ചു. ഞാണൊലി കേട്ട് കോപിച്ച താടക അവരെ ഭക്ഷിക്കാനായി പാഞ്ഞെടുത്തു. അവളുടെ നേരെ രാമൻ ഒരു ബാണം തൊടുത്തുവിട്ടു. രാമബാണമേറ്റ താടക ഒരു വൻ മല പോലെ ഭൂമിയിൽ മറിഞ്ഞു വീണു. സ്വർണാലങ്കാര ഭൂഷിതയായ സുന്ദരിയായ യക്ഷി ഉടൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശാപമോക്ഷം കിട്ടിയ യക്ഷി ശ്രീരാമന്റെ അനുഗ്രഹത്തോടെ ദേവലോകം പ്രാപിച്ചു. ഉടനെ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു. വിശ്വാമിത്രനും കുമാരന്മാരും കാമാശ്രമത്തിലെ സുന്ദരമായ വനത്തിൽ ഒരു ദിവസം താമസിച്ചു. രാവിലെ സന്ധ്യാവന്ദനങ്ങൾക്ക് ശേഷം യാത്ര ആരംഭിച്ച സിദ്ധാശ്രമത്തിലെത്തി. ആശ്രമവാസികൾ വിശ്വാമിത്രനെയും കുമാരന്മാർ ആശ്രമവാസികളെയും വന്ദിച്ചു. സന്തോഷത്തോടെ മഹർഷിമാർ അവരെ സൽക്കരിച്ചു. വിശ്രമത്തിന് ശേഷം രാമൻ പറഞ്ഞു: മുനിവര്യ, അങ്ങ് യാഗം ആരംഭിച്ചാലും ഒരു വിഘ്നവും വരാതെ ഞാൻ കാത്തുകൊള്ളാം. ദുഷ്ടരാക്ഷസന്മാരെയെല്ലാം ഞാൻ നിഗ്രഹിച്ചുകൊള്ളാം. വിശ്വാമിത്രൻ യാഗം ആരംഭിച്ചപ്പോഴേക്കും രാക്ഷസ സംഘം അവിടെ എത്തി. ആകാശത്തു നിന്നും രക്തമഴ വർഷിച്ചു തുടങ്ങി. മാരീചന്റെയും സുബാഹുവിന്റെയും നേരെ രാമൻ ബാണങ്ങൾ തൊടുത്തുവിട്ടു. സുബാഹു അപ്പോൾ തന്നെ മരിച്ചു. പേടിച്ച മാരീചൻ ഓടി. രാമബാണം പിന്തുടർന്നു. ഒരു യോജന ഓടിയ ശേഷം മാരീചൻ സമുദ്രത്തിൽ ചാടി. അവിടെയും രാമബാണം പിന്തുടർന്നു. മാരീചൻ ഗത്യന്തരമില്ലാതെ രാമനെ തന്നെ ശരണം പ്രാപിച്ചു. മാരീചന് ഭക്തവത്സലനായ രാമൻ അഭയം നൽകി. മാരീചൻ അന്നു മുതൽ രാമഭക്തനായി തീരുകയും ചെയ്തു. ലക്ഷ്മണൻ ബാക്കിയുള്ള രാക്ഷസന്മാരെയും കൊന്നൊടുക്കി. അതുകൊണ്ട് ദേവന്മാർ സന്തോഷത്തോടെ പുഷ്പവൃഷ്ടി നടത്തി. പെരുമ്പറ മുഴക്കി. യക്ഷന്മാർ, കിന്നരന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയവരെല്ലാം അജ്ഞാനലീലബദ്ധരായി രാമനെ സ്തുതിച്ച് ആനന്ദ നൃത്തം ആടി. വിശ്വാമിത്രൻ ആനന്ദാശ്രുക്കളോടെ ആശ്ലേഷിച്ച് മടിയിലിരുത്തി. വാത്സല്യത്തോടെ ഭക്ഷണം നൽകി. 3 ദിവസം പുരാണങ്ങൾ പറഞ്ഞ് രസിച്ച് കഴിച്ചുകൂട്ടി. 4ാമത്തെ ദിവസം വിശ്വാമിത്രൻ പറഞ്ഞു: വെറുതെ സമയം നഷ്ടപ്പെടുത്തേണ്ട. താമസിയാതെ നമുക്ക് ജനക മഹാരാജാവിന്റെ യാഗം കാണാൻ പോകാം. ത്രയംബകം എന്ന പ്രസിദ്ധമായ ശിവചാപം വിദേഹത്തിലിരിപ്പുണ്ട്. ശിവൻ തന്നെ അവിടെ വെച്ചിരിക്കുന്ന ആ ചാപത്തെ രാജാക്കന്മാർ ദിവസവും ആരാധിക്കുന്നു. മഹാരാജ വംശത്തിൽ ജനിച്ച അങ്ങ് ആ വില്ല് കാണണം. താപസന്മാരോട് യാത്ര പറഞ്ഞ് രാജകുമാരന്മാരോടൊപ്പം വിശ്വാമിത്രൻ യാത്രയായി. ഗംഗാതീരത്ത് ഗൗതമാശ്രമത്തിൽ എത്തി. വന്യമൃഗങ്ങൾ ഇല്ലാത്ത ആനന്ദദായകമായ പുഷ്പഫലലതാദികൾ നിറഞ്ഞ പുണ്യദേശം കണ്ട് രാമൻ ചോദിച്ചു: മനോഹരമായ ഈ ആശ്രമം ആരുടേതാണ്? ഇതിനെ കാണുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ ആഹ്ലാദിക്കുന്നു. എന്താണ് അതിന് കാരണം? ശ്രീരാം, ജയറാം.